ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മുഖത്തെ കരിവാളിപ്പൊക്കെ മാറിയിട്ട് മുഖം നല്ല ബ്രൈറ്റ് ആവാൻ സഹായിക്കുന്ന ഒരടിപൊളി ഫേസ് പാക്കുമായിട്ടാട്ടോ. അപ്പോൾ ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് പെണ്ണുങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇല്ല. ഞാനിടുന്ന ഫേസ് പാക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. അത് പെണ്ണുങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാനത് സെപ്പറേറ്റ് പറയും കേട്ടോ. അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ളത് നമ്മുടെ അടുക്കളയിൽ ഉള്ള കുറച്ച് സാധനങ്ങൾ മതിയേ. അപ്പം നിങ്ങൾ പറയും ഈ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് ചോദിക്കേണ്ട. ഞാൻ അങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോഴാണ് പുറത്ത് പോയിട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് വരുമാനമായത്. അപ്പോൾ അതുവരെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത്. അപ്പം നമുക്ക് ആരെ ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മുഖം നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റണം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം അതിനു വേണ്ടി വേണ്ടത് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് കടലമാവ് കണ്ടോ. അപ്പം ഇത് ഒട്ടുമിക്ക ആൾക്കാരുടെയും വീട്ടിലുണ്ടാവും. അപ്പം ഇനി കടലമാവ് ഇല്ലാത്തവർക്ക് ഇതിന് പകരമായിട്ട് ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ മിക്ക ഒരുപാട് ആൾക്കാരുടെ കയ്യിലൊക്കെ മുത്താറി ഉണ്ടാവും. മുത്താറിപ്പൊടി ഇല്ലാത്തവർ എന്ത് ചെയ്യണം? പയറുപൊടി ഇല്ലാത്തവർ നമ്മുടെ ഓട്സ് പൊടിച്ചിട്ടായാലും മതി. ഇതിൽ ഏതായാലും ഒരു കുഴപ്പമില്ല, നല്ല ഒരേപോലത്തെ അടിപൊളി റിസൾട്ട് കിട്ടും. പിന്നെ വേണ്ടിയിട്ടുള്ളത് നമ്മുടെ തേനാട്ടോ. അപ്പോൾ ഞാനിത് ഈ വർത്താനം പറയുന്ന സമയം കൊണ്ട് ഇതിൽ ഉറുമ്പ് കയറി. അപ്പം ഞാൻ ഒരുപാട് തേനൊന്നും എടുത്ത് വെച്ചിട്ടില്ല, എനിക്ക് ആവശ്യമുള്ള തേൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു ചെറുനാരങ്ങയുടെ പീസാട്ടോ. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ളതാ കുറച്ച് പാലാണ്. അപ്പം ഇത്രയും സാധനങ്ങൾ. പിന്നെ വേണമെങ്കിൽ നമുക്ക് മഞ്ഞൾ പൊടി ഇടാം. മഞ്ഞൾ ഈ ആണുങ്ങളൊക്കെയാണ് യൂസ് ആക്കുന്ന മഞ്ഞൾ പൊടി അവോയ്ഡ് ചെയ്യാം, അതിനൊന്നും നിർബന്ധമില്ല. അതേപോലെ നമ്മുടെ ചെറുനാരങ്ങ, അത് അലർജി ഉള്ളവർക്ക് അതും സ്കിപ്പ് ചെയ്യാം. അതേപോലെ നമ്മുടെ തേൻ. എന്നാതെ എൻ്റെ മുഖം കുറച്ച് ഡ്രൈയും അല്ല, എന്നാൽ അത് ഓയിലി അല്ല, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം എൻ്റെ മുഖം ഈ കടലമാവ് ഇട്ടാൽ കുറച്ച് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് തേൻ ആഡ് ചെയ്തിട്ടുള്ളത്. തേന് ആഡ് ചെയ്തതിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതുമല്ല, തേൻ ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ, അതും കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ്. പിന്നെ ഈ ഫേസ് പാക്ക് നമുക്ക് ഒരു അടുപ്പിച്ചിട്ട് ഇടുന്നതിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഡ്രൈ സ്കിന്നുകാർ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് നമ്മുടെ ഓയിലി കണ്ടൻറ്റൊക്കെ വലിച്ചെടുക്കുന്നത് കൊണ്ട് മുഖം ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം കുറച്ച് ഗ്ലിസറിനും കൂടി ഇതിൻ്റെ അകത്ത് ഒരു സ്പൂൺ അല്ലെങ്കിൽ അര സ്പൂൺ നമ്മുടെ ആവശ്യത്തിന് ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്തിട്ട് ഡെയിലി യൂസ് ആക്കുകയാണെങ്കിൽ 2 ആഴ്ച കൊണ്ട് നല്ലൊരു മാറ്റം മുഖത്ത് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനിത് എങ്ങനെ തയ്യാറാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള കടലമാവ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഇതിലേക്ക് ഞാൻ ഈ തേൻ എടുത്ത് വെച്ചതിലേക്ക് ഞാൻ കടലമാവ് ഇടുക ചെയ്യുന്നത്. കാരണം ഞാൻ കടലമാവിലേക്ക് ഈ തേൻ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്തൂല. ഞാൻ അത്രയല്ലേ തേൻ എടുത്ത് വെച്ചിട്ടുള്ളൂ. പിന്നെ തേനൊക്കെ ഭയങ്കര പൈസയില്ലേ. അപ്പം ആവശ്യമില്ലാതൊന്നും എടുത്ത് കളയണ്ട. ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ എടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ കടലമാവ് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങ ഞാൻ അത്ര കുറച്ച്, വളരെ കുറച്ചൊരു അതിൻ്റെ അകത്തേക്ക് ഇത്രയും ചെറുനാരങ്ങ. പിന്നെ ഇതൊന്ന് മിക്സ് ആവാൻ കണക്കായിട്ട് പാല് കേട്ടോ. അപ്പം പാലിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ. ഞാൻ എല്ലാത്തിനെയും ഗുണങ്ങൾ പറഞ്ഞ് തരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഓരോന്നിനും നമുക്കുണ്ടല്ലോ, വെറുതെ പാല് മാത്രമാണെങ്കിലും മുഖത്തൊക്കെ ഇട്ട് നല്ല സോഫ്റ്റ് ഉണ്ടാവും, മുഖം നല്ല ബ്രൈറ്റ് ആവാൻ സഹായിക്കും. അപ്പം ഞാൻ പറയുന്നത് ഇപ്പം ഇത്രയൊക്കെ കൂട്ടുകളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ പാക്ക് ഇടാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. നമ്മൾ എന്തിട്ടിട്ടുണ്ടെങ്കിലും അതിനൊക്കെ അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവും. പിന്നെ ശ്രദ്ധിക്കേണ്ട, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ സ്കിന്നറിയാം, ഡ്രൈ സ്കിന്നാണോ നോർമലാണോ, ആ ഒരു നമുക്കൊരു അറിവുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് അതിനനുസരിച്ചുള്ള പാക്കുകളൊക്കെ ഇടാൻ പറ്റുള്ളൂ. നമ്മൾ ചെറുനാരങ്ങ ഒന്ന് ഡയറക്റ്റ് എടുത്തിട്ട് നമ്മുടെ ഫേസിലിടല്ലേ കേട്ടോ. അതൊക്കെ ചിലപ്പോൾ പൊള്ളിപ്പോയി സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ മുഖമൊക്കെ പൊള്ളാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം എനിക്ക് അടുപ്പിച്ച് ഒരാഴ്ച ചെയ്യണമെന്നുണ്ട്. അപ്പം നമ്മുടെ മുഖത്ത് ഒരുപാട് ഇനിയിപ്പോൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് മുഖമൊന്നും ഞാൻ കുറേ ആയി ശ്രദ്ധിച്ചിട്ട്, അപ്പം അങ്ങനെ ചെയ്യണമെന്നുണ്ട്. അപ്പം ഞാനിത് ഇടാൻ പോവാണേ. കൈ കൊണ്ട് തന്നെ എടുത്തിടാൻ തോന്നുന്നു.
ആദ്യം തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് എടുത്തുകൊണ്ടായിട്ട്. പിന്നെ ഇന്ന് ഞാൻ എവിടെയും പോകുന്നില്ല, എനിക്ക് അല്ലാണ്ട് കുറച്ചൊരു കല്യാണ വർക്കും കാര്യമുണ്ടേ. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് ഞാനൊരു വീഡിയോസായിട്ട് ഇടാവേ. പിന്നെ എനിക്ക് ഒരു ചെറിയൊരു കല്യാണ വർക്കുണ്ട്. കല്യാണ വർക്ക് എന്നാൽ ഈ നെറ്റ് ഉണ്ടാക്കുക, കല്യാണത്തിൻ്റെ നെറ്റ് ഉണ്ടാക്കുക. ഞാൻ കട്ടിക്കിടുന്നില്ല കേട്ടോ, ഞാൻ നൈസായിട്ട് ഇടുന്നുള്ളേ. അത് ഞാൻ ഈ ചെറുനാരങ്ങയൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ കണ്ണിൻ്റെ താഴെയൊന്നും ഞാൻ ഇടുന്നില്ല, അവിടെയൊക്കെ സെൻസിറ്റീവ് ഭാഗങ്ങളായതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ കടലമാവിലുണ്ടല്ലോ ഒരുപാട് ഗുണങ്ങളുണ്ട്. മുഖം നല്ല ബ്രൈറ്റ് ആവാൻ സഹായം. പിന്നെ ഒരു എന്താ പറയുക, ഒരു എക്സ്പോളിയേറ്ററാണ് കേട്ടോ. നമുക്ക് ഈ ഡെഡ് സ്കിന്നൊക്കെ നമ്മുടെ മൈൽഡായിട്ട് കളയാൻ വേണ്ടി നല്ല അടിപൊളിയൊരു സംഭവം അത്. അതായത് നമ്മുടെ എല്ലാ 2 ആഴ്ചയോ ഒക്കെ കൂടുമ്പം നമ്മുടെ സ്കിന്നൊക്കെ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം അതൊക്കെ റിമൂവ് ആയി പോകാൻ വേണ്ടിയിട്ടും നല്ല ബ്രൈറ്റ് ആവാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി സാധനം കടലമാവ്. ഞാൻ എപ്പോഴും ഉണ്ടല്ലോ അത് ഈ ഒരു ഭാഗങ്ങൾ എപ്പോഴും ഞാൻ വിട്ടുപോകും. നമ്മളത് ഇങ്ങനെ നിന്നിട്ടല്ലേ ഇടുന്നത്. അപ്പോൾ ഇതാ എപ്പോഴും ഇവിടെ എനിക്ക് എപ്പോഴും ഞാൻ വിട്ടു പോകാറുണ്ട്. അതേപോലെ നമ്മൾ എപ്പോഴും ഇടുമ്പോഴും ഫേസ് പാക്ക് ഇടുമ്പോൾ കഴുത്തിൻ്റെ ഏരിയാസും കൂടി ഇടാനൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇനിയിപ്പം ഇത് ഡ്രൈ ആവും തോറും നമ്മൾ സംസാരിക്കാതിരിക്കണം. കാരണം ഡ്രൈ ആകുമ്പോൾ ഇതൊക്കെ മുഖം സംസാരിക്കുമ്പോൾ വലിയും, ഇതൊക്കെ കൂടെ വലിഞ്ഞിട്ട് റിങ്കിൾസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് മുഖത്ത് പാടുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം അധികം വലിഞ്ഞിട്ടൊന്നുമില്ല, ഡ്രൈ ആയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇതൊരു 15-20 മിനിറ്റൊക്കെ ഇട്ടാൽ മതി. പിന്നെ കട്ടിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് കഴുകുമ്പോഴും തന്നെ എനിക്കിതിപ്പോൾ മുഖം ഡ്രൈ ആയി പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇതിപ്പോൾ എടുക്കുന്ന സമയത്തായി പിന്നെ നമ്മൾ പെട്ടെന്ന് കൊണ്ടിട്ട് മുഖം കഴുകി അങ്ങ് ഉരച്ചുരച്ച് കളയില്ല കേട്ടോ. അപ്പം നമ്മൾ പഠിപ്പിച്ചൊക്കെ പാക്ക് ചെയ്യുമ്പം മുഖത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും, സ്കിന്നൊക്കെ നല്ല നൈസായിട്ടുണ്ടാവും. അപ്പം പെട്ടെന്ന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മുഖം ഒന്ന് വെള്ളം കൊണ്ടൊന്ന് ഡാബ് ചെയ്തിട്ടോ ഒക്കെ ഒന്ന് എന്താ പറയേണ്ട, ഒരു മുഖം ഒന്ന് നല്ലൊരു ഇതാക്കി എടുക്കാം. വെള്ളം നനച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് കളയുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയ ശേഷം ഞാൻ റിസൾട്ട് കാണിച്ചു തരാം. ഇതൊന്ന് ഉണങ്ങിയിട്ട് വരാവേ, വെറുതെ സമയങ്ങളുണ്ടല്ലോ. അപ്പോൾ 20 മിനിറ്റ് ശേഷം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് കട്ടിക്കല്ലല്ലോ ഇട്ടത്, അതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആയി. എന്നിട്ട് ഞാനൊരു ഫേഷ്യൽ ടിഷ്യൂ എടുത്തിട്ട് വെള്ളത്തിൽ മുക്കി എല്ലായിടത്തും ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ടേ. പിന്നെ കൈ കൊണ്ട് വെള്ളം മുക്കി എല്ലായിടത്തും ഡാബ് ചെയ്ത് കൊടുത്ത് ഒന്ന് വെറ്റാക്കി കൊടുത്ത് ചെറുതായിട്ടൊരു മസാജ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മസാജ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് റിമൂവ് ചെയ്യാനും എളുപ്പമായിരിക്കും. പിന്നെ ഒരു നല്ലൊരു മസാജും കൂടെ ആവുമല്ലോ എന്ന് ഓർത്തിട്ട് ചെയ്തതാണേ. നിർബന്ധമൊന്നുമില്ല കേട്ടോ മസാജ് ചെയ്യണമെന്ന്. പിന്നെ എനിക്കൊരു മിസ്റ്റേക്ക് തോന്നിയത്, എൻ്റെ ഡ്രസ്സിങ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഡ്രസ്സിങ് കുറച്ച് മോശമാണെന്ന് തോന്നി. എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അത്ര ശ്രദ്ധിച്ചേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇപ്രാവശ്യം എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ആരും നെഗറ്റീവ് കമൻറ്റ് കൊണ്ടിട്ടേക്കരുത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണേ. പിന്നെ നന്നായിട്ട് ഇതൊന്ന് റിമൂവ് ചെയ്യണം. ഒരുപാട് അമർത്തിയൊന്നും നമ്മുടെ സ്കിന്ന് ഡാമേജ് ആക്കാൻ നിൽക്കണ്ട. പിന്നെ അടുപ്പിച്ച് നമ്മളിങ്ങനെ പാക്കൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ സ്കിന്ന് നല്ല സെൻസിറ്റീവ് ആവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് എല്ലാം കൈകാര്യം ചെയ്യണേ. പിന്നെ ഒരു തോർത്തെടുത്തിട്ട് ഞാൻ മുകളിലൊന്ന് ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഒരുപാട് അമർത്തിയൊന്നുമല്ല ചെയ്യുന്നത്. ആ വീഡിയോസ് കാണുമ്പോൾ ഒരു അമർത്തിയൊക്കെ ചെയ്യുന്നവർ തോന്നുന്നു, അങ്ങനെയൊന്നുമല്ല കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ മാറ്റം ഉണ്ടല്ലോ. നമ്മുടെ ഈ ഫോണിൽ നോർമൽ ഫോണായതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. നമുക്ക് തന്നെ അത് ആ നല്ല ചേഞ്ച് മനസ്സിലാവും. ഞാൻ 7 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളെ ഒരു വീഡിയോസും കൂടെ ചെയ്ത് കാണിക്കുന്നതായിരിക്കും എൻ്റെ മാറ്റമേ.
ആ പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഈ ക്രീം തേച്ചാൽ വെളുക്കും, ആ പാക്കിട്ടാൽ വെളുക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ഒന്നും പരിചയപ്പെടുത്തിയിട്ടില്ല, പരിചയപ്പെടുത്തൂല കേട്ടോ. അങ്ങനെ ഒരു ക്രീമോ പാക്കോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ഇപ്പോൾ ഏത് കളറാണുള്ളത് ആ കളറിൽ നിന്ന് നമ്മൾ ജനിച്ചപ്പോൾ ഒരു കളറിലേക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്നല്ലാതെ നമുക്കൊരിക്കലും വെളുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് അറിയില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന മെലാനിൻ എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ കളറിനെ നിയന്ത്രിക്കുന്നത്. അപ്പം അത് നമ്മുടെ ശരീരത്തിൽ എത്ര ഉണ്ടോ അതനുസരിച്ചിരിക്കും നമ്മുടെ കളറും. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കൂടിയൊക്കെ നമുക്ക് അത് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമ്മൾ പപ്പായ, ബീട്രൂട്ട്, ക്യാരറ്റ്, ഓറഞ്ച്, നെല്ലിക്ക ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് ഗ്ലോയിങ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഞാൻ ഒരുപാട് അതിനെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഈ വെളുക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ 2 വർഷം മുന്നേ വരെ ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല ഡാർക്കായിരുന്നു. ഞാൻ ഈ ഒരു കോലത്തിലാക്കി എടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. അതായത് ഞാൻ ഒട്ടും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഫുള്ള് ഡാർക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ അതിശയമായി, എനിക്ക് ഇങ്ങനെ ആക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാൻ തന്നെ അതിശയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം സൂര്യപ്രകാശം നമുക്ക് ഭയങ്കരമായിട്ട് സ്കിന്ന് ഡാമേജ് ആക്കും. നമ്മളിപ്പോൾ ഇന്ന് വെയിലത്തൊക്കെ പോയി മുഖമൊക്കെ ഒന്ന് കഴുകി കുളിയെല്ലാം കഴിഞ്ഞ് വന്നു, പക്ഷേ അവിടെ നമ്മൾ ഡാമേജ് ആയി സ്കിൻ. നാളെ അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ആയിക്കാൻ നമ്മളത് പെട്ടെന്ന് മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ പെട്ടെന്ന് കരിവാളിപ്പം ഡാർക്കൊക്കെ കയറും. പക്ഷെ അതും ആ ഒരു ദിവസത്തെ ഡാർക്ക് മാറ്റാൻ നമ്മൾ എത്ര ദിവസം കഷ്ടപ്പെട്ടെന്നറിയും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി വന്നിട്ട് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി എന്തെങ്കിലും ഇതുപോലെ ക്യാരറ്റോ ബീട്രൂട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് മുഖത്തൊക്കെ തേക്കുവാണ്, സമയമുള്ളവർ തേക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ എവിടെ പോകുമ്പോഴും സൺസ്ക്രീം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കുറേ പേർക്ക് ധാരണയുണ്ട് സൺസ്ക്രീം തേച്ചിട്ടുണ്ടെങ്കിൽ അത് ഡേഞ്ചറാണോ, മുഖത്ത് പ്രശ്നമുണ്ടോ, അതൊന്നുമില്ല കേട്ടോ. സൺസ്ക്രീം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും, ഞാൻ ഉപയോഗിക്കുന്നത് നാച്ചേഴ്സിൻ്റെ കേട്ടോ. ഇപ്പം ഞാൻ നിങ്ങളെ പരസ്യം കാണിച്ച അങ്ങനെയൊന്നുമല്ല. സൺസ്ക്രീം നമ്മുടെ UV പ്രൊട്ടക്റ്റ്, അതായത് നമ്മുടെ സൂര്യപ്രകാശം ഉണ്ടാകുന്ന എല്ലാ ഡാമേജിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ നിങ്ങളോടുള്ള ആത്മാർത്ഥത കൊണ്ട് പറഞ്ഞതാണ്. ഇപ്പം കരിമങ്കില്ല, ഡാർക്ക്, ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നല്ല ആരോഗ്യമുള്ള അടിപൊളി സ്കിന്നാക്കി എടുക്കാൻ പറ്റും. അതിന് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടാൻ മറക്കരുത്. അപ്പം കൂട്ടുകാർക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാനൊക്കെ തുടക്കക്കാരാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഈ ബ്യൂട്ടി ടിപ്സ് മാത്രമല്ല ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ വീഡിയോസായിട്ട് ഞാൻ അറിയിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോസായിട്ട് കാണും വരെ എല്ലാവർക്കും ടാറ്റാ.